ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. അങ്ങനെ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക വിഷുവാശംസകൾ. അപ്പൊ ഞങ്ങള് ഇന്നലെ രാത്രിയിൽ ഞങ്ങള് വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ വിഷു കുറച്ചധികം സ്പെഷ്യലാണ്. ഞങ്ങള് ആദ്യമായിട്ടാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ വിഷു ആഘോഷിക്കുന്നത്. ഇത്രയും നാളും സത്യം പറഞ്ഞാൽ വിഷുവിൻ്റെ അന്ന് ജസ്റ്റ് ഒരു വിളക്ക് കത്തിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിഷുക്കണി ഒരുക്കാന്ന് പറയുമ്പോൾ അച്ഛൻ പറയും നമുക്ക് സ്വന്തം വീടാവട്ടെ അന്നേരം നമുക്ക് ഒരുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫൈനലി ഇന്നലെ രാവിലെ ഒന്നും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ വൈകുന്നേരം 12:30 കഴിഞ്ഞപ്പോഴാണ് വിഷുക്കണിയൊക്കെ ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അന്നേരം വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷുക്കണിയൊക്കെ കണ്ട് അച്ഛൻ്റെ അമ്മയുടെ നിന്ന് വിഷു കൈ നീട്ടമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഇപ്പം കൊച്ചുവിൻ്റെ വീട്ടിലോട്ട് വരിക. കൊച്ചുവിൻ്റെ വീട് ഇവിടെ നീരേറ്റുപുറത്താണ്. അപ്പോൾ അവിടെ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ട്. ഇവർ ഇന്ന് വൈകിട്ട് കുറച്ച് നേരത്തെ തിരിച്ചിപ്പം ചെന്നൈയിലാണ്. അപ്പോൾ പോകുന്നത് കാരണം നമ്മൾ രാവിലെ തന്നെ അങ്ങ് ഇറങ്ങി. ഇല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങാറ്. അപ്പം രാവിലെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീടെത്താറായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വിഷു കൈനീട്ടം വാങ്ങിച്ച് അതാണല്ലോ വിഷുവിൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ വിഷു കൈനീട്ടം വാങ്ങിച്ചിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും ഇത്തവണ ഞങ്ങളുടെ വീട്ടിലോട്ട് വിഷുവിന് വരുന്നുണ്ട്. എന്നുവെച്ചാൽ യൂഷ്വലി എപ്പോഴും എല്ലാ തവണയും ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേന് ഇരയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം അവർ ഇങ്ങോട്ട് വരികയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് പിന്നെയും അവിടെ വരെ ട്രാവൽ ചെയ്യാൻ കുറച്ചൊരു പാടുണ്ട്. ഇവർക്ക് ഒരു 4 മണിയാകുമ്പോൾ തിരിച്ച് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിന് പോകേണ്ടത് കാരണം കൊച്ചിൻ്റെ അച്ഛൻ അപ്പം തിരിച്ച് പോകേണ്ടത് കാരണം അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അനീഷേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. അനീഷേട്ടനും ഒരു കുറച്ച് നേരം കഴിയുമ്പം അനീഷേട്ടൻ കൊല്ലത്തുനിന്ന് വരും. അപ്പോൾ നമുക്ക് കൊച്ചുവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വാങ്ങിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് അമ്മ എനിക്ക് തന്ന അപ്പം. ഇപ്രാവശ്യം സ്പെഷ്യൽ വിഷു അതേ കുഞ്ഞു പയർ. യെസ്, അടുത്ത വിഷുവിനാകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെ ഫ്ലാറ്റിൽ വെച്ചായിരിക്കും കേട്ടോ. അച്ഛന് കൊടുത്തില്ലേ? ഒരുമിച്ച് വേണോ അതോ സെപ്പറേറ്റ് വേണോ? ചപ്പി പോട്ടെ ആരും കണ്ടില്ല. പിന്നെ ഞാൻ വെച്ചോളാം. ഞാൻ എനിക്ക് വേണ്ട. അച്ഛനിങ്ങനെ തന്നില്ല. കൂടി ശരിയാ. ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ വൈകിട്ട് കൂടുതൽ കുനിക്കാൻ പറ്റുന്നിടം വരെ കുഞ്ഞു.
കാശ് ആരെയാ? നിന്നെ അതില്ല. അങ്ങനെയാ. ഇപ്പൊ ബാലവിവാഹമാണല്ലോ അച്ഛാ. അടുത്ത ഞാനാ. കൊച്ചിന് കൊടുത്തില്ല. രണ്ടും കൂടെ ആന്ന് പറഞ്ഞത്. രണ്ടും കൂടെ അപ്പുറം ഇതിനകത്താക്കി. എടാ, ഒന്നുകൂടെ പറഞ്ഞെങ്കിൽ ഞാൻ എനിക്ക് ഇതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നോണ്ടിരിക്കണം. എനിക്ക് അത് കൊടുത്തു. മീനുണ്ടി കൊടുത്തു. അനീഷ് 500 കൊടുത്തിട്ടുണ്ട്. കിട്ടിയോ? ഇല്ല. നീ കൊടുത്തേക്കണേ. കൊച്ചുണ്ടായിട്ട് വേണം എല്ലാ വീട്ടിലും നമുക്ക് പോവാൻ. അറിയില്ല. എല്ലാം വാട്സാപ്പ് മെസ്സേജ് പഠിച്ചേക്കല്ലേ? ഏതൊരു ദൂസര സങ്കല്പങ്ങളിൽ നമുക്ക് ഇത്തിരി കനവില്ലെങ്കിൽ അവൾ മേടിക്കത്തില്ല. ഒരു തേങ്ങ കൂടെ വെച്ചു കൊടുക്കും. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം തരുമാറാകട്ടെ. നന്നായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഇവിടെ വരവുക, ഇവിടെ ചെലവുക. അപ്പൊ സർവ എന്നാ അമ്മൂമ്മയുടെ ഡയലോഗ് എന്നൊക്കെ സമ്പൽ സമൃദ്ധി. അതുപോലെ അപ്പൊ മമ്മി പറഞ്ഞ ആ ഡയലോഗ് അപ്പൊ പിന്നെ അമ്മായിമ്മയുടെ ഡയലോഗ് എന്റെ അമ്മൂമ്മയുടെ ഡയലോഗ് ആരാർക്കാ കൊടുത്തത്? അമ്മ കുഞ്ഞുമോനാണ് കൊടുത്തത്. മരവുകായും ചിലവുകായും കണക്കുണ്ടേ. അവര് ഇവിടുന്നാണോ പോയത്? ഞങ്ങൾക്ക് അവിടെ ഈ ഏതാണ്ട് സമ്പൽ സമൃദ്ധമായ ഏതാണ്ട് കൃഷിയൊക്കെ ഉണ്ടാകും. കളിയാക്കിയല്ല, അതൊക്കെ പറയാനായിട്ട് ഇച്ചിരി അഭിനേതാക്കൾക്ക് നല്ല അഭിനേതാക്കൾ. കൊടുത്തോ? അതൊന്നും ഇല്ലല്ലോ. തന്നാ മതി ക്യാഷായിട്ട്. ക്യാഷാണല്ലേ വേണ്ട. ഓക്കെ, ഇപ്പൊ സമ്മതിച്ചല്ലോ. തുണിയണ്ട. അല്ല, ഉണ്ണി തിരിച്ചാ കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കുന്നില്ല ഇപ്പൊ. അപ്പൊ ഹാപ്പി വിഷു. ഇതിലേക്ക് കുറച്ച് സ്ഥലം മേടിക്കാം. അപ്പൊ എന്തോ മമ്മി പറയുന്ന ഡയലോഗ് 100 രൂപ 500 രൂപയ്ക്ക് ചിലതാവില്ല, 100 രൂപ തരാമെന്ന് തന്നോളാം കേട്ടോ. 500 ആയി. ഞങ്ങള് CSB ബന്ധം. ഹാപ്പി വിഷു. അല്ലെ അവിടെമാർ ആദ്യമായിട്ട് അതല്ല അവിടെ ഇടുമെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ ചേട്ടത്തേക്കും തരാം. എത്ര വർഷം അപ്പന് കൊടുത്തിട്ട് പലിശ ഇവിടെ അല്ലേ? 10,000 കൊടുത്തിട്ട് 2 രൂപ മേടിക്കും. 2 രൂപ പലിശ.
ഹായ്. കഴിഞ്ഞല്ലേ? കഴിഞ്ഞ്. അപ്പൊ റിപ്പീറ്റ് ഒന്നുകൂടെ. Once more. പിന്നെ എന്റെ ഷോളെല്ലാം മാറിപ്പോയി. ഡെക്കറേഷൻ ഒക്കെ ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. സപ്ലയർ സാമ്പാർ താങ്ങും രാമൻകുട്ടി ഇരിക്കും, ഞാൻ വിളമ്പാം എന്ന് പറയുന്നല്ലേ. ഇതോടെ ഇത് അത് പരിപ്പല്ല, അത് നെയ്യാ. ഞെക്കി ഒഴിക്കുന്ന ഒഴിയുണ്ട് പരിപ്പാ. അത് കുടഞ്ഞില്ല അമ്മായി. മന്ദം അതിനകത്തുണ്ടെന്ന കാര്യമില്ല. എന്നാ ചേട്ടാ ഇതിനകത്ത് പരിപ്പ് നെയ്യ് മാത്രമേ ഉള്ളൂ. ഇതിനകത്തല്ലേ? ഹായ് നിഷേട്ടാ, ഹാപ്പി വിഷു. അനീഷേട്ട ഞങ്ങൾ ആ ബ്ലോഗിൻ്റെ ആദ്യത്തെ ഭാഗത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിഷുവിൻ്റെ സദ്യയൊക്കെ കഴിച്ചു. ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി. ഉണ്ണിച്ചേട്ടനും കൊച്ചും ഇന്ന് തിരിച്ച് ചെന്നൈക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കിന്ന് ബസ് കുറച്ച് നേരത്തെ, സാധാരണ തിരുപ്പൂർ ജോലി ഉണ്ടായിരുന്നപ്പോഴത്തേക്കിന് ഒരു 7:30 ആകുമ്പോഴായിരുന്നു ട്രെയിൻ. ഇതിപ്പോൾ ബസ്സാണ്, വിഷുവും കൂടെ ആയത് കാരണം കുറച്ച് തിരക്കാണല്ലോ, അപ്പോൾ ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ നമ്മളിനി അവരെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 2-3 വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ബാക്കി എല്ലാവരും പുറകെ ഇതിനകത്തുണ്ട്. അമ്മ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത് ആലോചിച്ചിട്ടില്ല. നമുക്കിനി ഉണ്ണിച്ചേട്ടനെ കൊച്ചുവിനെ കയറ്റിവിടാം. അങ്ങോട്ട് പോയത് ഞങ്ങൾ വന്നിട്ട് താങ്ക് യു പറ. ശ്വാസം കിട്ടുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കളിക്കാൻ പോയി. കുഞ്ഞുമാമേന് വന്നേക്കാൻ പറഞ്ഞു. സ്പൈഡർമാനോട് വന്നിട്ടുണ്ടോ? സ്പൈഡർമാനോട് കുറച്ചുകൂടെ ഹെൽപ്പ് വേറെ ആർക്കെങ്കിലും കാണുമ്പോഴും പറയാം പൊക്കി പിടിക്കാൻ. ഇനി അമ്മായിടെ ദൈവമേ, കൊച്ചിനെ കൊണ്ട് എത്ര വേറെ കാലം. ഇതാൾക്കൂടെ പുതുക്കാൻ കൊണ്ടിട്ടോ അടുത്ത വർഷം ഞങ്ങൾ ചലഞ്ചർ അല്ല, ഇപ്പൊ ദേവ പറഞ്ഞ പോലെ ബോളിംഗ് ഒന്നും ഇല്ല. അതെങ്ങനെയാ കിട്ടുന്ന സമയത്ത് അവൻ കളിക്കാൻ പോയാലോ? ഓ കൊമാ, താങ്ക് യു കൊമാ, താങ്ക് യു. അല്ല, ഓണം എന്ന് പറഞ്ഞാൽ ഈ 2 ദിവസമായിരുന്നു നമുക്ക് സൗകര്യം. ഇനിയിപ്പോ ഞങ്ങള് ചിലപ്പോ കൊടുക്കാനുണ്ട് കേട്ടോ. നീ കൊടുത്തില്ലായിരുന്നോ? ഹാപ്പി വിഷു. പിടിക്കരുത്. പിടിക്കണ്ട. അയ്യോ, ഇനി വീഡിയോ സെന്റർ വേണം, ബാലൻസ് ഷീറ്റ് നോക്കാം. അത് ടാറ്റ. ഫോൺ ഞാൻ എടുത്തായിരുന്നു.
അങ്ങനെ നമ്മുടെ വിഷു സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് ഞാൻ നല്ല ടയേർഡായിരുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. ഇന്നിപ്പോൾ നമുക്കൊരു ചെറിയൊരു കുട്ടി ഷൂട്ടുണ്ട്, അതിന് വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും നല്ലൊരു വിഷു ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ല. ഞാൻ ശരിക്കും 9th മന്തിലേക്ക് കയറിയിരിക്കുകയാണ്. മെയിലാണ് എൻ്റെ ഡ്യൂ വരുന്നത്. അപ്പോൾ ഇനിയും ബാക്കി എന്താ പറയുന്നത്, ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. ഇനി അങ്ങനെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ എനിവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെ വകയും ഹാപ്പി വിഷു. ടാറ്റാ.